വരയിൽ വിസ്മയം തീർത്ത തിരുവനന്തപുരം സ്വദേശി മണിലാൽ ശബരിമല. ഗണപതിയുടെ 10,000 രേഖാചിത്രങ്ങൾ ഒരു ക്യാൻവാസിൽ തീർത്തിരിക്കുകയാണ് ഈ ഒരു വലിയ കലാകാരൻ. ചിത്രത്തിന് URF ലോക റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ മണിലാൽ ശബരിമലയുടെ ചിത്രങ്ങളുടെ പ്രദർശനം ഇപ്പോൾ നടക്കുകയാണ്. മൈക്രോൺ പേനയുടെ മഷി പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊരു തിരിഞ്ഞു നോട്ടം സാധ്യമല്ല. മായ്ക്കാനാകാത്ത മഷി വലിയ ക്യാൻവാസിൽ നിറഞ്ഞു. ആക്ച്വലി ഒരു ചലഞ്ചിങ് വർക്കാണ്. കാര്യം മൈക്രോൺ എന്ന പെന്ന് അത് പെർമനൻറ്റ് ഇങ്കാണ്, ബ്ലാക്ക്. അത് 0.5 അങ്ങനെ പല 0.5 പല ടൈപ്പിലുള്ള പെൻ ഉണ്ട്. ആ പെൻ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 27 ദിവസം കൊണ്ട് 10,000 ഗണപതി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ക്യാൻവാസ് ഓട്ടോമാറ്റിക്കലി തീർന്നത് കൊണ്ട് ഞാൻ അവിടെ ചെന്ന് നിർത്തിയതാണ്. ഓരോന്നും ഇറ്റ് ഡിഫേഴ്സ്, ഓരോ വർക്കും ഡിഫേഴ്സ്, വ്യത്യാസമുണ്ട്. അപ്പം ഓരോ ഭാവത്തിലും വ്യത്യാസമുണ്ട്. 27 ദിവസം കൊണ്ടാണ് മണിലാൽ ചിത്രം പൂർത്തിയാക്കിയത്. 20 അടി നീളവും 4 അടി വീതിയുമുള്ള ക്യാൻവാസിലാണ് വിവിധ ഭാവങ്ങളിലുള്ള ഗണപതിയുടെ രൂപങ്ങൾ തെളിഞ്ഞത്. ഒടുവിൽ ക്യാൻവാസിലെ വിസ്മയത്തെ തേടി URF ലോക റെക്കോർഡ് എത്തി. റെക്കോർഡ് ആലോചിച്ച് വരച്ചതല്ല, ഞാനൊരു വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അതിനുശേഷം റെക്കോർഡിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 2 വർക്കിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. ഒന്ന് പെയിൻറ്റിംഗ് ഉണ്ട്, ഒന്ന് ഡ്രോയിങ് ഉണ്ട്. അപ്പോൾ അവർ URF അത് റിസീവ് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു, ഡിക്ലെയർ ചെയ്തു അവാർഡ്. കലാകാരന്റെ മറ്റു ചിത്രങ്ങളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദൂരക്കാഴ്ചയിൽ കറുത്ത പൊട്ടുപോലെയും അടുത്തേക്കെത്തുമ്പോൾ മനോഹര രൂപങ്ങളായും മാറുന്ന മൈക്രോൺ പെൻ വരകളാണ് കാഴ്ചക്കാർക്ക് ഏറെ പ്രിയം. ഗണപതി ചിത്രങ്ങൾക്ക് പുറമെ കോൺഷ്യസ്നെസ് എന്ന ആശയത്തെയും 1980കളിലെ ഭൂട്ടാനിലെ വൈവിധ്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ വര എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. മനസ്സും അതിനോടൊപ്പം തന്നെ കൈക്കൊപ്പം ഗംഭീരമായി ചലിക്കണം. എന്തായാലും അത് ആ അതുല്യ കലാകാരന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒരു തവണ വരച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മായ്ക്കാൻ പറ്റില്ല. അത്തരത്തിലൊരു പേന ഉപയോഗിച്ചാണ്, മഷി ഉപയോഗിച്ചാണ് ആ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ മനസ്സ് അതിനൊപ്പം നീങ്ങി അത്രത്തോളം ജാഗ്രതയോടെയാണ് ആ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്നുള്ളതാണ്. അതിനെ തേടി തന്നെയാണ് ലോക റെക്കോർഡും എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാനായി രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, മണിലാൽ ശബരിമലയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഗംഭീരമായ വരയാണ്. ഓരോ ചിത്രങ്ങളും ജീവനുള്ള ചിത്രങ്ങൾ പോലെ ഗംഭീരമായ ഗണപതി ചിത്രങ്ങളാണെല്ലാം. അപ്പോൾ ലോക റെക്കോർഡ് നേട്ടത്തിൽ നിൽക്കുകയാണ്. ആ ഒരു സന്തോഷം എങ്ങനെയാണ് മണിലാൽ ശബരിമല പങ്കുവെക്കുന്നത്? പ്രദർശനം കാണാൻ നിരവധി പേരൊക്കെ എത്തുന്നുണ്ടോ? ചില കാഴ്ചകളിലെ, ചില സംഭവങ്ങളിലെ, ചില വാർത്തകളിലെ വ്യത്യസ്തത തന്നെയാണ് അതിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. കാരണം ഇത് ചിത്ര പ്രദർശനമാണ്. പല തരത്തിലുള്ള ചിത്രങ്ങൾ കാണാറുണ്ട്, അത് പ്രദർശനത്തിൽ എത്താറുണ്ട്, നമ്മൾ ആ കലാകാരന്മാരെ കാണാറുണ്ട്. ഇവിടെ ചെന്നപ്പോൾ ആദ്യം കാണുന്നത് വലിയൊരു ക്യാൻവാസാണ്. ഈ വാർത്തയുടെ ഒരു വരി അറിയാവുന്നത് കൊണ്ട് തന്നെ അത് തിരക്കി തന്നെയാണ് പോയത്. കാരണം 10,000 ഗണപതി ഒരു ക്യാൻവാസിൽ എന്ന് പറയുന്ന കൗതുകത്തിലേക്കാണ് നടന്ന് അടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ക്യാൻവാസിൽ ഇങ്ങനെ കാണാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ദൂരെ നിന്ന് കാണുമ്പോൾ ചെറിയ പൊട്ടുകൾ പോലെ, കറുത്ത പൊട്ടുകൾ പോലെ തോന്നുമെങ്കിലും ആ ക്യാൻവാസിനോട് അടുക്കുമ്പോഴാണ് എന്താണ് ആ ക്യാൻവാസിലുള്ളതെന്ന് മനസ്സിലാവും. 10,000-ഓളം ഗണപതിയുടെ രൂപങ്ങളാണ് വരച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് വരച്ചു എന്ന് ചോദിച്ചപ്പോൾ കേട്ടല്ലോ, നമ്മൾ പറഞ്ഞു, അതായത് വരയ്ക്കാൻ ഏറ്റവും എളുപ്പമാണെന്ന്. ചില രൂപങ്ങൾ ഒന്നുപോലെ ഇരിക്കും, പക്ഷേ ഈ കലാകാരൻ നമ്മോട് ഉറച്ചു പറയും. കാരണം പല ഭാവങ്ങളിലുള്ള ഗണപതിയുടെ രൂപങ്ങളാണ് വരച്ചിരിക്കുന്നത്. കാരണം വലിയ ഗണപതിയുണ്ട്, മരങ്ങളുടെ വേരായി മാറുന്നുണ്ട്, ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഈ അദ്ദേഹം എന്ത് വരച്ചു തുടങ്ങിയോ അതിൽ ഒരു വിസ്മയകരമായ ഒരു നേട്ടം ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ക്യാൻവാസ് തന്നെയാണ് ആ ചിത്ര പ്രദർശന വേദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. കാരണം ഇദ്ദേഹം വരയ്ക്കുമ്പോൾ പിന്നെ തിരിഞ്ഞു നോട്ടമില്ല. കാരണം ഒന്ന് വരച്ചു തുടങ്ങി വലിയ ക്യാൻവാസാണ്, ക്യാൻവാസ് തീർന്നു പോയത് കൊണ്ടാണ് പിന്നീട് വരയ്ക്കാത്തതെന്നാണ് ഈ മണിലാൽ ശബരിമല എന്ന് പറയുന്ന അദ്ദേഹം ജനിച്ച സ്ഥലം ശബരിമലയ്ക്ക് അടുത്താണ് ജനിച്ചത്. അതുകൊണ്ടാണ് ആ പേര് അതിനോട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് പേരിലൊരു കൗതുകം. അതിനപ്പുറത്തേക്ക് ക്യാൻവാസ് തീർന്നു പോയത് കൊണ്ടാണ് ഇത് അത്രയും വരയ്ക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വിഷമമാണ് അദ്ദേഹത്തിന് ഉള്ളത്. എന്തായാലും 10,000 ഗണപതിയും ഓരോ വ്യത്യസ്തമായ രൂപത്തിലാണ്. പിന്നെ മൈക്രോൺ പേന, അത് തന്നെയാണ് മറ്റൊരു ചലഞ്ചിങ് ആയ, അല്ലെങ്കിൽ അത്രമാത്രം എന്താ പറയുക, ഈ വെല്ലുവിളി ഉയർത്തിയൊരു കാര്യം. കാരണം ഈ മൈക്രോൺ പേന കൊണ്ട് വരച്ചാൽ പിന്നീട് മായ്ക്കാൻ കഴിയില്ല.
വരച്ച രൂപം അതുപോലെ തന്നെ കിടക്കും. പിന്നെ ഒരു തിരിഞ്ഞു പോക്കുമില്ല. ക്യാൻവാസിൽ ആദ്യം ഒരു ഗണപതി വരച്ചു തുടങ്ങിയെങ്കിൽ ആ ക്യാൻവാസ് പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. 27 ദിവസം കൊണ്ട് 8 മണിക്കൂർ എടുത്തു. ഒരു ദിവസം 8 മണിക്കൂറോളം എടുത്താണ് ഇത് പൂർത്തിയാക്കിയത്. അതീവ ശ്രദ്ധ വേണം. വരച്ചൊരു ഗണപതിയുടെ ഭാവം മറ്റൊരു ഗണപതിക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മനോഹരമായൊരു വിസ്മയകരമായ ചിത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ദേശീയ റെക്കോർഡും കിട്ടിയത്. എന്തായാലും വരകളിലെ, കലയിലെ, ചിന്തയിലേക്ക് വ്യത്യസ്തത തുടരട്ടെ. അത് കാണാനുള്ള എന്താ പറയുക ഒരു സന്തോഷവും നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ്. അതെല്ലാം വാർത്തകളായി പല രൂപത്തിൽ പല ഭാവത്തിൽ വരും എന്ന് മാത്രമാണ്.